ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് കേട്ടോ എൻ്റെ ദിവസം തുടങ്ങുന്നത്. സാധാരണ അടുക്കളയിൽ നിന്നാണല്ലോ എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ പുറത്തോട്ടൊന്ന് പോകാമെന്ന് കരുതി. ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ സൺഡേ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെളുപ്പിനെയാണ് കേട്ടോ. ഞാനുണ്ട്, അണ്ണനുണ്ട്, പാർത്തമ്മോനുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി വെളുപ്പിനെ ഒരു 5:30 ഒക്കെ ആയ സമയത്താണ് ഞങ്ങളിങ്ങനെ ആ ഒരു വ്യൂ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകാനായിട്ട്. അപ്പം നമ്മൾ ഇന്ന് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചായക്കടയിൽ നിന്ന് അവിടെ നിന്നൊരു ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ചായക്കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കണമെന്നൊന്നുമില്ല അല്ലേ, പക്ഷേ ചെറിയ ചെറിയ നിമിഷങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അതേപോലെ കുറേ ഓർമ്മകൾ തങ്ങി നിന്ന ഒരു ദിവസമായിരുന്നു എനിക്ക് ഇന്ന് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ചൂട് ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഈ കട്ടൻ വെക്കുന്നത് അമ്മയ്ക്കായിട്ടാണ്. അമ്മ ഉണർന്നിട്ടില്ല, അന്നേരം അമ്മയ്ക്ക് കട്ടൻ കൊടുക്കാമെന്ന് കരുതി. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാമെന്ന് കരുതി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം കാലത്തന്നെ ഇവിടെ നല്ല മഴ. ഞങ്ങളിപ്പോ കടയിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് കട്ടൻ അണത്തിയതാണ് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട്. ഇതാ വീട്ടിൽ വന്ന് കയറിയപ്പോ നല്ല മഴ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. എല്ലാവരെയും ഞാൻ ഗ്രീഷ്മാസ് ഡയറിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എന്റെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെ കൂടെ കൂട്ടുന്നു. അപ്പൊ നമുക്ക് എന്തോ എവിടെയോ ഒരു മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ എവിടെ പോയിട്ട് വന്നാലും നമ്മളെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് കാത്തിരിക്കുന്ന ഒരിടം നമ്മുടെ അടുക്കളയാണല്ലേ. നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ചാണേ നമ്മൾ എന്നും ഉപയോഗിക്കുന്ന നമ്മുടെ പാത്രങ്ങളും പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും നമ്മുടെ മിക്സിയും ഇവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്, പ്രതീക്ഷിച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ അപ്പച്ചട്ടി കുറേ ദിവസമായി വാങ്ങിച്ചിട്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാത്തത് കൊണ്ട് എനിക്കത് അതിനകത്തൊന്നും പാചകം ചെയ്യാൻ തോന്നിയില്ല, അപ്പം ഉണ്ടാക്കാനേ തോന്നിയില്ല. നിങ്ങളില്ലാതെ എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് ഇപ്പം വ്ളോഗ് തുടങ്ങിയതിന് ശേഷം ഞാൻ എന്ത് പുതിയ സാധനങ്ങൾ വാങ്ങിച്ചാലും എനിക്ക് നിങ്ങളെ കാണിക്കാതെ അത് ഒരു തൃപ്തി വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് രാവിലെ അപ്പവും കടലക്കറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് നമ്മുടെ പുതിയ അപ്പച്ചട്ടിക്കകത്ത് നമ്മൾ അപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് ബട്ടർഫ്ലൈയുടെ ഒരു അപ്പച്ചട്ടിയാണ്. എൻ്റെ അപ്പച്ചട്ടി ചീത്തയായതിന് ശേഷം പിന്നെ ഞാൻ പുതിയൊരു അപ്പച്ചട്ടി വാങ്ങിച്ചതാണ്. അപ്പം നമ്മളെ അപ്പം അതിനകത്ത് ആയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചിടുന്ന എന്തിനാ ഈ അപ്പം തിരിച്ചിട്ടല്ല, അത് ഉള്ളു വേവ് വന്നു. എന്ത് കാണും അത്? രണ്ടത് മാത്രമേ ഒഴിക്കാറുള്ളൂ. മതി 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 എന്നാ. ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതുമാതിരി പരിപാടീസൊക്കെ ചെയ്യും കേട്ടോ. ചൂടോടെ ചുടുന്ന അപ്പം അന്നേരം തന്നെ എടുത്ത് തിന്നുന്നതാണ് പുള്ളിയുടെ ഒരു ഇഷ്ടമായിട്ടുള്ള കാര്യം. അപ്പം കറിയൊന്നും കൂട്ടി കഴിക്കത്തില്ല, എന്നിട്ട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇതേപോലെ നമുക്ക് അടുത്ത അപ്പം ചുട്ട് തന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്യും. എൻ്റെ അടുക്കള കൈയേറിയ ആൾ എന്തായാലും പോയിട്ടുണ്ട്. ഇന്ന് പോവണ്ടെങ്കിലും കുളിയും തന്നെയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണേ. നമുക്ക് വീട്ടമ്മമാർക്ക് സഹായിക്കാനുള്ള സാധനമാണ് അടുക്കളയിൽ സഹായിക്കും.
സത്യം പറഞ്ഞാൽ ഇത് വന്നപ്പോൾ ഇതിന്റെ ഒരു ആകാംക്ഷയോട് ഞാൻ പൊട്ടിച്ച് നോക്കിയത്. പിന്നെ എനിക്കൊരു മനസ്സില്ല, കാരണം ഇത് ആര് യൂസ് ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് മനസ്സ് വന്നില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് ഒന്നും ചെയ്തില്ല. അപ്പൊ നമുക്കിത് പുറത്തോട്ടെടുക്കാം. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, ഇതൊരു ചോപ്പറാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു ചോപ്പർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാം ചോപ്പറിൻ്റെ വില എന്താണെന്ന്. അതായത് കണ്ണുള്ളവന് കണ്ണ് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിലയുണ്ടല്ലോ, അതുമാതിരിയാണ് എൻ്റെ ചോപ്പർ നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്കുണ്ടായത് ഗൈസ്. കാരണം എൻ്റെ ചോപ്പർ, ഞാനൊരു പഴയ ചോപ്പറിൻ്റെ കഥ പറയുകയാണെങ്കിൽ, ഞാൻ 2 വർഷത്തോളം നന്നായിട്ട് യൂസ് ചെയ്തു. ഇതാണെങ്കിൽ നൂല് വെച്ച് വലിക്കുന്ന ഒരു ചോപ്പറായിരുന്നു എൻ്റെ പഴയത്. കഴുകി വെച്ച കൂട്ടത്തിൽ എൻ്റെ അശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കണം, അടപ്പിനകത്ത് വെള്ളം കയറിയായിരിക്കും, ഒരു ദിവസം ഞാനിങ്ങനെ ചോപ്പറിനകത്ത് ഉള്ളി ഇട്ട് അരിയാൻ ഇങ്ങനെ വലിച്ചപ്പോഴത്തേനും അതിൻ്റെ ത്രെഡ് അങ്ങ് പൊട്ടിപ്പോയി. അങ്ങനെ പിന്നെ എനിക്കതിനെ മാറ്റേണ്ടി വന്നു. പിന്നെ ഞാൻ നല്ലൊരു ചോപ്പർ നോക്കി നടന്നതാണ്, അപ്പോഴാണ് ഇത് കണ്ടത്. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മളൊരു വീട്ടമ്മ ആവുമ്പോൾ നമുക്കൊരു ചോപ്പർ അത്യാവശ്യമാണ്. ഉള്ളി അരിയാനൊക്കെ ആയാലും പച്ചക്കറികളൊക്കെ ഇങ്ങനെ തോരനൊക്കെ അരിയാനൊക്കെ നന്നായിട്ട് നമ്മളെ സഹായം ഒരാൾ നമ്മുടെ കൂട്ടത്തിലുള്ളത് പോലെ നമുക്ക് തോന്നും കേട്ടോ. പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. ഉള്ളിയൊക്കെ അരിയുമ്പോൾ നമ്മുടെ കണ്ണ് നീറുക എന്നുള്ള ആ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഒരു ചോപ്പർ വഴി നമുക്ക് നല്ല സഹായമാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കിന്ന് അപ്പത്തിന് കടലക്കറിയാണ്. കടലക്കറിക്കുള്ള കടല വെള്ളത്തിൽ നിന്ന് കുതിർന്നതെടുത്ത് നമ്മൾ വേവിക്കാൻ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോപ്പറിൻ്റെ ഉദ്ഘാടന കർമ്മം കൂടി ഇന്നങ്ങ് നിർവഹിക്കാം എന്ന് ഞാൻ കരുതി. അപ്പം നമ്മൾ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചങ്ങ് ചോപ്പറിനകത്തിട്ട് അരിയാവുന്ന കരുതി. അപ്പം നമ്മൾ സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ 3 സാധനങ്ങൾ, നമ്മൾ ചോപ്പർ ഉപയോഗിക്കുമ്പോൾ പഴയ ചോപ്പറിന് ഇത് തന്നെയായിരുന്നു, പുതിയ ചോപ്പറിന് ഇത് തന്നെ. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം. 3 ബ്ലേഡാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഒരൊറ്റ ഇതിനകത്ത് തന്നെ 3 ബ്ലേഡ്, 3 ഇരിക്കുന്നത്. അപ്പം നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കുക്കറിനകത്തേക്ക് തട്ടിയിട്ടിട്ട് നമുക്കിനി കടലക്കറി സെറ്റാക്കണം. നമ്മുടെ അപ്പം അവിടെ ഇരുന്നുകൊണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഒരുക്കങ്ങൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പം ചോറ് വെക്കാനുള്ള വെള്ളം പിടിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓരോന്നോരോന്ന് പതുക്കെ തുടങ്ങാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ തുടങ്ങിയാൽ മതി. അത് തന്നെയല്ല, ഈ ജോലിയെല്ലാം ഒതുക്കിയിട്ട് വേണം വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പം ഇവിടുത്തെ ജോലികൾ ഒതുക്കി തീർത്തിട്ട് എല്ലാം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പം നമ്മൾ വെള്ളമൊക്കെ പിടിച്ചു. നമുക്ക് അടുപ്പ് തീ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. തീ പിടിച്ച് വരാൻ ഇച്ചിരി പാടാണ് കേട്ടോ. നമ്മൾ ചൂട്ടൊക്കെ നനഞ്ഞൊക്കെ ഇരിക്കുന്നത് കൊണ്ടൊക്കെ തന്നെ തീ പിടിച്ച് വരാനും ഒക്കെ പാടാണ്. അപ്പോഴത്തേനും നമ്മുടെ കടലക്കറി സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കടുക് വറുത്തൊഴിച്ച് ഇനി നമുക്കത് തിളച്ച് വറ്റി വന്നാൽ മാത്രം മതി. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു കടമ്പ തീരും കേട്ടോ. പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഓരോരുത്തർ കഴിച്ചുകൊണ്ട് നടക്കാൻ നിങ്ങൾ കാണുന്നതാണല്ലോ. നല്ല മുഴുത്ത നല്ല മത്തിക്കുട്ടന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തലയില്ലാത്ത മീനാണെന്ന് നിങ്ങൾ കരുതുവേ വേണ്ട. ഇത് തലയില്ലാത്ത മീനല്ല, ഇത് തല വെട്ടി ഡെയ്സിക്ക് പറ്റിച്ചു കൊടുത്തതാ. അതാ ഈ മീന് തലയില്ലാത്തത്. മത്തിയാട്ടോ, നല്ല സൂപ്പർ മത്തിയാ. അയ്യോ, നല്ല കൊഴുകൊഴുത്ത മത്തി, അതായത് നല്ല ഉണ്ടപ്പനായിട്ട് നല്ല തടിച്ച് കൊഴുത്തിരിക്കുന്ന നല്ല മത്തി. പക്ഷെ ഇതിനകത്ത് നെയ്യില്ലായിരുന്നു കേട്ടോ. നെയ്യ് മുട്ട ഉണ്ടായത് കൊണ്ടായിരിക്കണം നെയ്യില്ലായിരുന്നു. നല്ല വലിയ മത്തിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം അണ്ണൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ മീൻ വെട്ടി ഇതിനകത്ത് നിറച്ച് മുട്ടയും പരിഞ്ഞിലും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ മത്തിക്കകത്തും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മത്തി മാത്രം നമുക്ക് മാറ്റി നിർത്താനൊക്കത്തില്ല. എല്ലാ മത്തിയുടെയും വയറ്റിൽ മുട്ടയും പരിഞ്ഞിലും ഉണ്ടായിരുന്നു. നല്ല വലിയ മുട്ടയും പരിഞ്ഞിലും ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ മീനൊക്കെ വെട്ടി നമ്മൾ വീട്ടിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മത്തി എടുത്ത് വറക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് മുളക് കറിയും വെക്കണം. പിന്നെ തോരൻ വല്ലതും വെക്കണം. തോരൻ നമുക്ക് കക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച കക്ക ഉണ്ടായിരുന്നു. അപ്പോൾ കക്ക റോസ്റ്റും വെക്കണം, നമുക്ക് മത്തി വറക്കണം, പിന്നെ മത്തി മുളക് കറി വെക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പാർത്ഥനെ വിളിച്ചു എൻ്റെ ചോപ്പറിനകത്ത് അരിയാൻ. അവൻ ചോപ്പറിനകത്തൊക്കെ അരിയാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. നേരത്തെ എൻ്റെ പഴയ ചോപ്പറുള്ള സമയത്തും അരിയാൻ വിളിക്കുമ്പോൾ അരിയാൻ ഒരുങ്ങുമ്പം ഇവനാണ് വരുന്നത് ഞാൻ അരിഞ്ഞു തരാമെന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ പിന്നെ ചോപ്പർ ഉണ്ടായിട്ട് എൻ്റെ ഉള്ളി അരിയുമ്പോൾ കണ്ണൊന്നും നിറത്തതൊന്നും ഇല്ലല്ലോ. അന്നേരം പിന്നെ ആൾ വന്നിട്ട് എനിക്ക് ഉള്ളി അരിഞ്ഞ് തരിക, സവാള അരിഞ്ഞ് തരിക കേട്ടോ.
ഇത് നമുക്ക് കക്കയുടെ റോസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഞാൻ ഇത് സവാള അരിയുന്നത് കേട്ടോ. അവൻ അങ്ങനെ എല്ലാം നല്ല സെറ്റായിട്ട് നമുക്ക് തോന്നുന്നത് പാട് വെട്ടാൻ ഇങ്ങനെ ആക്കുന്നത്, പക്ഷെ നല്ല ലൂസായിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ. അങ്ങനെ പിന്നെ പിള്ളേർക്ക് പോലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു അടിപൊളി ഒരു ചോപ്പറാണിത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചോ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ മുളക് കറി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ മത്തി കേട്ടോ. പിന്നെ നമ്മളെ കക്ക റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മത്തി പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മത്തിക്കകത്തുനിന്ന് കിട്ടിയ പരിഞ്ഞിൽ മുട്ട എല്ലാം കൂടെ തോരൻ വെച്ച്, ഇത് തോരൻ വെച്ചതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ കയറി കാണാൻ മറക്കല്ലേ, ഷോർട്സിനകത്ത് കണ്ട് അതേപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ. പിന്നെ വെള്ളമുണ്ട്. പിന്നെ ആ അടച്ചു വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാവിലത്തെ അപ്പത്തിനുണ്ടാക്കിയ കടലക്കറിയാണ്. അത് അധികം വന്നത് ഞാനിങ്ങനെ അടച്ചു വെച്ചേക്കാണ്. നമ്മുടെ സുന്ദരിയുടെ ചാട്ടവും ബഹളവും ഒക്കെ കഴിഞ്ഞിട്ടതായി ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അവൾക്ക് മീന്തലയൊക്കെ വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങനെ പച്ചയ്ക്ക് കൊടുക്കത്തില്ല, കാരണം ഇവിടെ രോമമൊക്കെ കൊഴിയും. അതുകൊണ്ട് നമ്മളിങ്ങനെ വേവിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. മീനാണെങ്കിലും മീന്തലയാണെങ്കിലും എല്ലാം വേവിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. പിന്നെ പാർത്തെന്താ ഇവിടെ ഫോണിനകത്ത് പണിയുന്നു. പിന്നെ ഇനി എനിക്ക് അലക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പരിപാടിക്ക് പോകാൻ. ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനൊക്കത്തില്ല. അന്നേരം ചോദിക്കും എല്ലാ ദിവസവും ഫ്രീ അല്ലേന്ന്. എല്ലാ ദിവസവും ഫ്രീ അല്ല ഗൈസ്. എല്ലാ ദിവസവും വീട്ടിൽ ജോലി എടുക്കുന്നവർക്കറിയാം എന്ത് ഫ്രീ അല്ലെന്ന്. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് എനിക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായത്. അപ്പോൾ അതിന് വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും. അപ്പോൾ തുണിയും കൂടെ കഴുകിയിട്ടിട്ട് പോകാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിന്നെ നമ്മൾ പോയിട്ട് വരുമ്പോൾ അവിടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തുണി കഴുകൊക്കെ ഒന്നും നടക്കത്തില്ല. പിന്നെ എവിടെയെങ്കിലും കയറി കിടന്ന് ഒന്ന് മയങ്ങാനേ തോന്നത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി തുണികളുമൊക്കെ കഴുകിയിട്ടിട്ടൊന്ന് പോകാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഫംഗ്ഷന് വന്നു കേട്ടോ. ഇത് വേറെ ഒന്നും അല്ല കേട്ടോ, എൻ്റെ കൂട്ടുകാരിയുടെ മോള് ഋതുമതി ആയതിൻ്റെ ചടങ്ങായിരുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയാം ഇവിടെ വന്ന് ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒന്നും നടക്കത്തില്ല. അന്ന് പ്രഥമനൊക്കെ കൂട്ടി നല്ല അടിപൊളി ഊണായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ പ്ലാശം പൂട്ട് പിടിച്ച് തൂങ്ങിയാടുന്ന നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. കുറേ 3-4-5 ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നായിരുന്നു. ജീവിതം എപ്പോഴും പൂർണ്ണമാകണമെന്നില്ല, പക്ഷേ ഓരോ ദിവസവും നന്ദി പറയാൻ പറ്റുന്ന ചെറിയ സന്തോഷങ്ങളുണ്ടാകും. അങ്ങനെ ഇന്നത്തെ സൺഡേയും ഇവിടെ അവസാനിക്കുകയാണ്. വലിയ കാര്യങ്ങളൊന്നും നടന്ന ദിവസമല്ല ഇന്ന്, പക്ഷേ ഒരുപാട് സന്തോഷം തന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ചൂട് ചായയും കുറച്ച് മധുര പലഹാരങ്ങളും ഒക്കെ കഴിച്ച് കുടുംബത്തോടൊപ്പം ഇരുന്ന കുറച്ച് കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വീട്ടിലും ഇതേപോലെയാണോ ഞായറാഴ്ച എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ ആൻഡ് ബൈ. സ്നേഹപൂർവ്വം രേഷ്മ.